ഹലോ മാഡം, ഞാൻ ആരതിയെ കണ്ടായിരുന്നു. ആരതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, അതിന്റെ ടെൻഷനിലാണോ ഈ ശബ്ദം താഴ്ന്നിരിക്കുന്നത്? അതെ മോളെ, പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു തളർച്ചയായി. മോളെ സൂക്ഷിക്കണം. ഞാനും വരണം കൂടി അമ്മയോടും അച്ഛനോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും പേടി എന്റെ കാര്യത്തിലാ. പക്ഷെ എല്ലാരോടും പറഞ്ഞ പോലെ ഞാൻ മാഡത്തിനോടും പറയാം, പേടിക്കണ്ട. പ്രിയങ്ക ജീവനോടെ തിരിച്ചു വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇനി എനിക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാ. പക്ഷെ ചുറ്റും നിൽക്കുന്ന ആളുകളെ കുറിച്ച് നല്ല കരുതലുണ്ടാവണം. പ്രത്യേകിച്ച് തിരിച്ചു വരുന്ന പ്രിയങ്കയെ കുറിച്ച്. എതിർക്കാനാണ് പ്രിയങ്ക വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഫൈറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ സ്നേഹിച്ചുകൊണ്ടാണ് അവളുടെ വരവെങ്കിൽ നീ കുഴഞ്ഞു പോവും. ചുറ്റും നിൽക്കുന്നവരെ വിശ്വസിച്ചതിന്റെ പേരിൽ ചതിവ് പറ്റിയൊരു ജന്മം എന്റേത്. ജന്മന ആ സ്വഭാവം മൂക്കം കിട്ടിക്കാണില്ലേ? അല്ല അല്ല, അതെങ്ങനെ ജന്മന എനിക്ക് ആ സ്വഭാവം കിട്ടുന്നത്? ഫിദ മാഡാണോ എന്നെ പ്രസവിച്ചേ? അല്ല, അങ്ങനെയല്ല. ഞാൻ നിന്നെ സ്വന്തം മോളായിട്ടല്ലേ കാണുന്നേ. അപ്പൊ എന്റെ കണക്കൂട്ടല് എന്റെ അതേ സ്വഭാവമൊക്കെ നിനക്കും വരാലോ. അങ്ങനെ പറഞ്ഞതാ. ഫിദ മാഡം പേടിക്കണ്ട. ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലാത്ത സമയത്ത് ഞാൻ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ജീവിച്ചു തുടങ്ങി. ജീവിതത്തിലെ സന്തോഷങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. കൺമുന്നിൽ വരുന്ന കാര്യങ്ങള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനും ഇപ്പൊ എനിക്കറിയാം. എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാവരെയും കൂടെ നിർത്തണം. ഈ അമ്മയ്ക്ക് അതേ പറയാനുള്ളൂ. ഫോൺ വെച്ചോ?